ഷിബു, ഇനി നമുക്ക് അറിയേണ്ടത് ഈ ബേലൂർ മക്കനയുടെ കാര്യമാണ്. ഈ ബേലൂർ മക്കന ഇപ്പോഴും ഈ ഒളിച്ചുകളി തുടരുകയാണോ? എങ്ങനെയാണ് ഇന്നത്തെ ദൗത്യ സംഘത്തിന്റെ ഒരു പ്രവർത്തനം? ദൗത്യ സംഘം ഇന്ന് അവർ ഇത്രയും ദിവസം മാധ്യമങ്ങളെല്ലാം പിന്നാലെ ഉള്ളതിനാൽ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അതേസമയം മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ ഈ മരിച്ച വീട്ടിലേക്കും അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളിലേക്കും ഹർത്താലിലേക്കും മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ന് വിജയകരമായി ദൗത്യം പൂർത്തിയാക്കാൻ ആകും എന്നുള്ള ഒരു ശ്രമം, ഒരു പ്രതീക്ഷ ഈ ദൗത്യ സംഘത്തിനുണ്ട്. ഈ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ 200 അംഗ ദൗത്യ സംഘം, RRT ടീം അംഗങ്ങൾ, വെറ്റിനറി സംഘം അടക്കമുള്ള 200 അംഗ സംഘം കേരളത്തിന്റേതും 25 അംഗ സംഘം കർണാടകത്തിന്റേതുമായുള്ള ആളുകൾ ആണ് തിരച്ചിൽ. രാവിലെ പതിവ് പോലെ തന്നെ ഇന്നലെയും 13 ടീമുകളായി തിരിഞ്ഞ് രാത്രി പട്രോളിംഗ് നടത്തിയിരുന്നു. അവർ ഇന്നും രാവിലെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇരുമ്പുപാലം ആ പ്രദേശം നേരത്തെ ആന ഉണ്ടായിരുന്ന അതേ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ആനയുടെ സാന്നിധ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതൂർന്ന വനങ്ങളിൽ നിന്നും മാറി കുറ്റിക്കാടുകളില്ലാത്ത പ്രദേശത്തേക്ക് ആന മാറിക്കഴിഞ്ഞാൽ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘമാണ് മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. പിടികൂടി കഴിഞ്ഞാൽ ഈ ആനയെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതേസമയം ഇനി ആനയെ മയക്കുവെടി വെക്കുകയല്ല, വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടതെന്ന ആവശ്യമാണ് ഇവിടെ സമരക്കാരും പ്രതിഷേധക്കാരും എല്ലാം ഉന്നയിക്കുന്നത്. ശരി ഷിബു, വയനാട്ടിൽ UDF, LDF, BJP ഹർത്താൽ പുരോഗമിക്കുന്നു. കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം വയനാട്ടിൽ എത്തിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ബേലൂർ മഖ്ന ദൗത്യവും പുരോഗമിക്കുകയാണ്. സമഗ്ര വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് CV ഷിബു നൽകിയത്.